الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തെ ഏറ്റവും പ്രബലമായ 3 മതങ്ങൾ, യഹൂദ മതം, ക്രൈസ്തവ മതം, അതുപോലെ തന്നെ ഇസ്ലാമിക മതം. ഈ മതങ്ങൾ അതിനെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്, ഈ മതങ്ങൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയമാണ് ഈസ ബിൻ മറിയം. മറിയമിൻ്റെ മകനായ ഈസ അലൈഹിസ്സലാമിയെ സംബന്ധിച്ചുള്ള ഈ 3 വിശ്വാസികളുടെയും വിശ്വാസം വ്യത്യസ്തമാണ്. യഹൂദമതർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു അഥവാ ഈസ അലൈഹിസ്സലാം ജാരസന്തതിയാണ്, പിഴച്ച സന്തതിയാണ്. ആ അർത്ഥത്തിലാണ് അവർ അദ്ദേഹത്തെ ക്രൂശിച്ചു എന്നും ആ ഒരു വിധി നടപ്പാക്കിയത് എന്നും വിശ്വസിക്കുന്നത്. ക്രൈസ്തവരാകട്ടെ അത് അല്ലാഹുവിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു. വനഅഊദുബില്ല. ഇത് രണ്ടും പിഴച്ച വിശ്വാസം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ കുരിശു മരണത്തിൽ, ത്യാഗമായ ആ മരണത്തിൽ അതിൽ വിശ്വസിക്കുന്നതോടെ മുക്തരായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് ചെയ്ത ആ പാപത്തിന് പരിഹാരമായി അല്ലാഹു ഒരു മകനായി ജനിച്ച് ആ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങി എന്നതാണ്. ഇസ്ലാമിക ലോകം വിശ്വസിക്കുന്നത് ഈ 2 വിഭാഗങ്ങളും നിലനിന്നിരുന്ന ശത്രുതയും ഭിന്നിപ്പും കാലങ്ങളായി, വർഷങ്ങളായി നീണ്ടു നിന്നിരുന്ന അവർക്കിടയിലെ ഭിന്നിപ്പുകൾക്കിടയിലെല്ലാം തീർത്തു കൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിക്കുന്നത്. ആ 2 വേദഗ്രന്ഥങ്ങളിലും, തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശിക്കപ്പെട്ട പ്രവാചകൻ, അവരെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് അവതരിച്ച വിശുദ്ധ ഖുർആൻ, അതിലെ ഒട്ടനവധി ആയത്തുകളിലൂടെ 1-2 അധ്യായങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെയാണ്. 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബമാണ്, വാപ്പയുടെ കുടുംബമാണത്. ആലു ഇംറാൻ, ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് ആ മറിയം വളർന്നു വന്ന സാഹചര്യവും അവരെ സംരക്ഷണവും ഒരു നിലക്കും വ്യഭിചാര ആരോപണം നടത്താൻ യഹൂദർ വിശ്വസിക്കുന്നത് പോലെ ഒരു നിലക്കും വ്യഭിചാര ആരോപണത്തിന് ഒരു നിലക്കും അവകാശമില്ലാതെ അത്രയും സുരക്ഷിതമായി വളർത്തപ്പെട്ട, ബൈത്തുൽ മുഖദ്ദസിൽ വളർത്തപ്പെട്ട പുണ്യവതിയാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. റളിയല്ലാഹു അൻഹ. മറ്റവർ പറയുന്നത് പോലെ ദൈവപുത്രനാണ് എന്ന നിലക്കുള്ള അവകാശങ്ങൾക്കും യാതൊരുവിധ ഒരു സാഹചര്യവും നൽകാതെ 2 പ്രവാചകന്മാരുടെ സംരക്ഷണം, സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ യഹ്യ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടും ഈസാ നബി അലൈഹിസ്സലാമിയുടെ ജനന കാലഘട്ടത്തിലുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിയുടെ സംരക്ഷണത്തിലാണ് മറിയം ബീബി വളർന്നു വരുന്നത്. സൂറത്തു ആലു ഇംറാൻ നമ്മളൊന്ന് വായിച്ചു നോക്കണം. പ്രത്യേകിച്ച് ഡിസംബർ, നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
ലോകത്താകമാനമുള്ള ഏറ്റവും വലിയ ആഘോഷം. നമ്മളോടൊപ്പം പണിയെടുക്കുന്നവർ, നമ്മളോടൊപ്പമുള്ള സുഹൃത്തുക്കൾ, അയൽപക്കങ്ങളിലെല്ലാം ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ബാധ്യതയാണ് എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നറിയലും അവർക്കത് അറിയിച്ചു കൊടുക്കലും സന്തോഷത്തോടു കൂടി. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ഒരു ബീവിയാണ് മറിയം റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അങ്ങനെയാണ്. മറ്റൊരു സ്ത്രീയുടെയും പേര് വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച വേദഗ്രന്ഥം, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര്, അദ്ദേഹത്തിന്റെ പെൺമക്കളുടെ പേര്, അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പേര് ഒന്നും വിശുദ്ധ ഖുർആനിലില്ല. വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീയാണ് മറിയം. അല്ലാഹു പറയുകയാണ്, സൂറത്തു മറിയമിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വദ്കുറു ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. മറിയം ബൈത്തുൽ മുഖദ്ദസിൽ താമസിച്ചു വളർന്നിരുന്നു. അവരെ നേർച്ചയാക്കിയ സംഭവങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു വേളയിൽ അവർ അവരുടെ പിതാവിന്റെ നാട്ടിലായിരിക്കുമ്പോൾ, ഗലീലിയ അല്ലെങ്കിൽ നസറാത്ത് എന്ന് പറയുന്ന നാട്ടിലായിരിക്കുമ്പോഴാണ് അവരുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. മനുഷ്യരൂപം പ്രാപിച്ച റൂഹുൽ അമീൻ, വഹീന്റെ മാലാക ഗബ്രായേൽ ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. മറിയം ആദ്യം പുരുഷരൂപം പ്രാപിച്ച ജിബ്രീലിനെ കണ്ടപ്പോൾ, മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു, നീ എന്നിൽ നിന്ന് മാറിപ്പോകണം. നീ തഖ്വയുള്ളവനാണെങ്കിൽ, ഭക്തിയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോകണം. ഞാൻ ഇങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയുടെ സേവനത്തിന് വേണ്ടി നേർച്ചയാക്കപ്പെട്ട പരിശുദ്ധയായ സ്ത്രീയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബി. ജിബ്രീൽ പറഞ്ഞു തുടങ്ങി, അല്ല മറിയം, ഞാൻ ഒരു മോശപ്പെട്ടവനല്ല, മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിയോഗിതനായ ഒരു മാലാഖയാണ് ഞാൻ. എൻ്റെ നിയോഗത്തിന്റെ ഉദ്ദേശം ലി അഹ്ബലകി ഗുലാമൻ സക്കിയ, സംശുദ്ധനായ പരിശുദ്ധനായ ഒരു കുട്ടി നിനക്ക് ജനിക്കാൻ പോകുന്നു. അല്ലാഹു നിനക്കൊരു കുട്ടിയെ നൽകാൻ ഉദ്ദേശിക്കുന്നു. അതിനെ സംബന്ധിച്ച് പറയാൻ വന്ന മാലാഖയാണ് ഞാൻ. ഭയപ്പെട്ട അവർ ചോദിക്കുന്നു, ഖാലത്ത് അന്നാ യകൂന ലീ ഗുലാം, എനിക്കെങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? വലം യംസസ്നി ബഷർ, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല. വലം അകു ബഗിയ, ഞാനൊരു മോശപ്പെട്ട ദുർനടപ്പുകാരിയായ ഒരു പെണ്ണുമല്ല. അത്രയും സംശുദ്ധയായി വളർത്തപ്പെട്ട എനിക്ക് എങ്ങനെ ഒരു കുട്ടിയുണ്ടാകും? ഖാല കദാലിക് ഖാല റബ്ബുക് ഹുവ അലയ്യ ഹയ്യുൻ. അതെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, കാര്യം അങ്ങനെ തന്നെ. പക്ഷേ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അന്നാ യകൂന ഖാല റബ്ബി ഖാല റബ്ബുക് ഹുവ അലയ്യ ഹയ്യുൻ വലിനജഅലഹു ആയതൻ ലിന്നാസ് വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയ. ആ വരാനിരിക്കുന്ന പ്രവാചകൻ ആരാണ് എന്നും അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണ് എന്നെല്ലാം ആ ഒരൊറ്റ വചനത്തിൽ അള്ളാഹു കോർത്തിണക്കി. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസ്, അദ്ദേഹം ജനങ്ങൾക്ക് ഒരു വലിയ ദൃഷ്ടാന്തമായിരിക്കും, വലിയൊരു ആയത്തായിരിക്കും, ദൃഷ്ടാന്തമായിരിക്കും. വറഹ്മതൻ മിന്നാ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യവുമാണ്. വകാന അംറൻ മഖ്ദിയ, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തീരുമാനിക്കപ്പെട്ട കാര്യവുമാണ്. അള്ളാഹുവിന്റെ തീരുമാനം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യകൂന ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ മൂന്ന് മതങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിച്ചതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം, പുതിയ നിയമത്തിന്റെ ഭാഗങ്ങളുടെ തുടക്കമെല്ലാം ഇത് തന്നെയാണ് പരാമർശിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീരും. അങ്ങനെയുള്ളവനാണ് റബ്ബ്. അങ്ങനെയുള്ള പരമേശ്വരനിലാണ് വിശ്വസിക്കുന്നത് തന്നെ. ഒന്നിനും ഒരു പോരായ്മയും ഇല്ലാത്ത, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഉണ്ടായിത്തീരും. അങ്ങനെയുള്ള ഒരു പരമേശ്വരൻ, അങ്ങേയറ്റത്തെ സൃഷ്ടാവ്, നിയന്താവ്, ജഗന്നിയന്താവ് എന്നെല്ലാം പറയുന്ന ഒരേ ഒരുവൻ, അവനിലാണ് വിശ്വസിക്കുന്നത്.
ഇന്ന് മനുഷ്യരും എത്തി നിൽക്കുന്നു ചില ഘട്ടങ്ങളിൽ. നമ്മളുണ്ടാക്കുന്ന ചില ഫാക്ടറികൾ, അതിൻ്റെ ഒരു സ്വിച്ച് ഒന്ന് ഇട്ടാൽ മതി, അതിൻ്റെ പ്രൊസഷൻ മുഴുവൻ കഴിഞ്ഞ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരും. അത്രയും സംവിധാനങ്ങൾ ഈ ദുർബലമായ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഈ ആകാശഭൂമികളൊന്നും ഒരു കലാരൂപമായി ഉണ്ടാക്കി തീർത്തതല്ല, മറിച്ച് കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി തീർന്നതാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഇനിയും വിശ്വാസം വന്നില്ലേ? എന്നാൽ നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന പ്രവാചകനാണല്ലോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 3 വിഭാഗങ്ങളും സെമിറ്റിക് മതങ്ങൾ, ലോകത്തെ പ്രബലമായ ഈ മതവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവ്, ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു പറയുകയാണ്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ്. ഈസയുടെ ഉദാഹരണം, ജീസസിനെ സംബന്ധിച്ച ഉപമ കമസലി ആദം, ആദമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, അല്ലാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. എന്നിട്ട് പറഞ്ഞു ആയിത്തീരുക, ജീവൻ വെക്കുക, മനുഷ്യനായി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് എഴുന്നേറ്റു. കുൻ ഫയകൂൻ, അത് അങ്ങനെയായി തീർന്നു. ആദമിനെ സംബന്ധിച്ച് ഒരു മാതാവുമില്ല, പിതാവുമില്ല. ഈ മതങ്ങൾ ആരും, ജൂതരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ആരും തന്നെ ആദം അലൈഹിസ്സലാം ആദ്യ പിതാവ് അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മഹത്തരമായ സൃഷ്ടി. അതിനെ എങ്ങനെയാണോ സൃഷ്ടാവായി വർണ്ണിക്കുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, ആദമിനെ എങ്ങനെയാണോ വർണ്ണിക്കുന്നത്, അതുപോലെ ഒരു ഉദാഹരണം മാത്രം. ആദമിനെ ആദ്യ സൃഷ്ടിയായി കാണുന്നുവെങ്കിൽ, ഒന്നുമില്ലാത്ത ശുദ്ധ ശൂന്യതയിൽ നിന്ന് മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിച്ചുവെങ്കിൽ, പിന്നെ ഒരു മാതാവിൽ നിന്ന് ഒരു കുട്ടിയെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നിസ്സാരമാണ്. ആ സ്വർഗലോകത്ത് വെച്ച് നടന്ന മഹത്തായ 2 സൃഷ്ടിപ്പുകൾ, ആദമിന്റെ സൃഷ്ടിപ്പ്, ആദമിൽ നിന്ന്, ഒരു ആണിൽ നിന്ന് അള്ളാഹു ഒരു പെണ്ണിനെയും സൃഷ്ടിച്ചു. ശൂന്യതയിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു. ആ ആദമിൽ നിന്ന്, ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. മുസ്ലിം ലോകത്തെ ഉമ്മത്ത് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത്, ഈ ലോകത്ത് തന്നെ അല്ലാഹു ഒരു സ്ത്രീയിൽ നിന്ന് ഇതാ ഒരു പുരുഷനെയും സൃഷ്ടിച്ചു. ആ മഹത്തായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെയാണ് ഈസാ അലൈഹിസ്സലാമിലൂടെ മുസ്ലിങ്ങൾ കാണുന്നത്. ആദം അല്ലാഹുവിന്റെ മകനല്ല എങ്കിൽ, മറിയം അല്ലാഹുവിന്റെ പുത്രിയല്ല എങ്കിൽ, ഈസയും അല്ലാഹുവിന്റെ മകനല്ല. ഈ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത്. പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് സംസാരിച്ചത് ഈ ഉദാഹരണങ്ങൾ കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വളരെ സരളമായ, ലളിതമായ ഒരു അഖീദയാണ്, ഒരു വിശ്വാസമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഈ പിഴച്ച വിശ്വാസം കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അള്ളാഹുവിന് പുത്രനുണ്ടായി എന്ന വിശ്വാസം, അവിടെ മറിയം ആരാണെന്ന് വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഭാര്യയാണോ, ഇണയാണോ? അവരുടെ ഭർത്താവായി വിശേഷിപ്പിക്കുന്ന ജോസഫ് അതാരാണ്? മറിയമിന്റെ ഭർത്താവല്ല, മറിയമിന്റെ ഭർത്താവാണ്, എന്നാൽ ഈസയുടെ വാപ്പയല്ല. പിന്നെ പരിശുദ്ധാത്മാവ്, ഇത് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം പിഴച്ച ഒരു വാദത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പോലും ആ സഭകളിൽ വിരോധിക്കപ്പെട്ടതാണ്. കാലങ്ങളായി ഇത് തുടർന്നു വരുമ്പോഴാണ് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളരെ സരളമായി, ലളിതമായി വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം കുൻ ഫയകൂൻ, ഉണ്ടായിത്തീരുക, അപ്പോൾ ഉണ്ടായിത്തീരും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിന്റെ ബാക്കിയായി. ഫഹമലതു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, അവർ ഗർഭിണിയായി തീർന്നു. അങ്ങനെ ആ നാട് വിട്ട് അവർ ദൂരദേശത്തേക്ക് പോയി. യഹൂദിയയിലെ ബെത്ലഹേമിലേക്ക് അവർ മാറി താമസിച്ചു. അവർ ഗർഭിണിയായി, ആക്ഷേപങ്ങൾ വരാൻ തുടങ്ങി. فجاء المخاض إلى جذع النخل قالت يا ليتني مت قبل هذا وكنت نسيا منسيا. മറിയം ബീബിയുടെ റളിയല്ലാഹു അൻഹയുടെ മാനസികാവസ്ഥയാണ് അല്ലാഹുവോടെ പറഞ്ഞത്. ഗർഭിണിയായി പ്രസവം അടുത്തപ്പോൾ അവർ ആഗ്രഹിച്ചു പോയി, വകുന്തു നസിയ മൻസിയ, ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ,
ആക്ഷേപം, ജനങ്ങളെല്ലാം ആക്ഷേപിക്കാൻ പോകുന്നു, ഞാൻ പ്രസവിക്കാൻ പോകുന്നു, ഇനി ആളുകൾ എന്ത് പറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവരുടെ മാനസികമായി, വകുന്തു നസിയം മൻസിയ, ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ, ഇവിടെ ഞാൻ തീർന്നു പോയിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോയി. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയാ. ആ പനയുടെ ചുവട്ടിൽ ചാരിയിരുന്ന് അവർ പ്രസവിച്ചു. ആ മനോവേദനയുമായി അവർ ഇരുന്നപ്പോൾ, വിഷമിച്ചപ്പോൾ, ആ ചുവട്ടിൽ നിന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞു, ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി, അല്ല നീ വിഷമിക്കരുത് കേട്ടോ, നീ പ്രയാസപ്പെടരുത് കേട്ടോ, ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയ, ഇതാ നിന്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹു പുറത്തേക്ക് എടുത്തിരിക്കുന്നത് മഹാനായ ഒരു വ്യക്തിത്വത്തെയാണ്. ആ കുട്ടി പ്രസവിച്ച് വീണപ്പോൾ തന്നെ ഉമ്മയോട് സംസാരിക്കാൻ തുടങ്ങി, ഉമ്മയെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി, ഉമ്മയുടെ ആ മാനസികമായ വേദനകൾ മാറ്റിക്കൊടുത്തു. അത്ഭുതമായി തീർന്നു ആ മാതാവിനെ. വഹുസീ ഇലൈക് വഹുസീ ഇലൈക് ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. അല്ല മാതാവേ, ആ പനയെ നിങ്ങൾ കുലുക്കിക്കോളൂ, നിങ്ങൾക്ക് വേണ്ട ഈത്തപ്പഴങ്ങൾ അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴും. ഒരു പന കുലുക്കിയാൽ കുലുങ്ങുമോ? അങ്ങനെ വീഴുന്നതാണോ അത്? അല്ല. പക്ഷെ അല്ലാഹു അവിടെ നൽകിയ മഹത്തായ അത്ഭുതങ്ങൾ ആ കുട്ടി ഉമ്മയോട് പറയുകയാണ്, ഉമ്മ അത് കുലുക്കിക്കോ, നിങ്ങൾക്ക് വേണ്ട വിശപ്പ് മാറ്റാനുള്ള പഴങ്ങൾ അതിൽ നിന്ന് അടർന്നു വീഴും. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ദാഹവും ആ വെപ്രാളവും അതിനാശ്വാസമായി അല്ലാഹു അവിടെ അരുവിയും ഈത്തപ്പഴങ്ങളും അവർക്ക് നൽകി. ഫകുലീ വശ്റബീ വഖർരീ ഐനാ ഫഇമ്മാ തറൈന മിനൽ ബശരി അഹദ്. ഈ സന്തോഷിച്ചു കൊള്ളുക, വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ആരെങ്കിലും നിന്നെ ആക്ഷേപിച്ചാൽ, ഫഇമ്മാ തറൈന മിനൽ ബശർ, ജനങ്ങൾ ആരെങ്കിലും എന്നെയും നിന്നെയും കൂടി കണ്ടെന്തെങ്കിലും ചോദിക്കാൻ നിന്നാൽ, ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. അവരോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ നോമ്പുകാരിയാണ്, ഞാൻ മിണ്ടുകയില്ല. ആ കാലഘട്ടത്തെ ഒരു നോമ്പാണത്. സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്കുണ്ടായ ആ അത്ഭുതം നിങ്ങൾ വായിച്ചു നോക്കണം. ആലു ഇമ്രാൻ, ഈ കുട്ടി ഗർഭിണിയാകാൻ പോകുന്ന മറിയമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സക്കരിയ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കുകയില്ല 3 ദിവസമെന്ന്. അത് ആ കാലഘട്ടത്തിലുള്ള ഒന്നാണ്. ഈ ചരിത്രത്തെ നിഷേധിക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല. എന്നാൽ ഈ ചരിത്രം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ല. അവരുടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു റിവായത്തിലും ഇങ്ങനെയുള്ള കഥകളേ ഇല്ല. അതെല്ലാം മാറ്റിമറിക്കപ്പെട്ടു, അതെല്ലാം അവർ ശേഷം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടാണ് അവർ പുതിയൊരു വാദം ലോകത്തുണ്ടാക്കി തീർത്തത്. എന്നാൽ വിശുദ്ധ ഖുർആൻ തൗറാത്തിനെയും ഇഞ്ചീലിനെയും എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ മാറ്റപ്പെട്ടതെല്ലാം ഇതിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എല്ലാ ശക്കുകളെയും, അൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണിത്. മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത വലിയ സമസ്യകളല്ല ഇസ്ലാമിലുള്ളത്. വളരെ സരളമായ ചരിത്രങ്ങളും ആശയങ്ങളുമാണ്. ഈ ചരിത്രങ്ങളൊന്നും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ല. ആ കുട്ടിയുമായി മാതാവ് ജനങ്ങളുടെ അടുക്കലേക്ക് വന്നു. فأتت به قومها تحمل قالوا يا مريم لك جئت شيئا فريا. കുട്ടിയുമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അവരെ പരിഹസിക്കാൻ തുടങ്ങി. പള്ളിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവിടെ നേർച്ചയാക്കിയ പെണ്ണ് ഇതാ പിഴച്ചൊരു കുട്ടിയുമായി വന്നിരിക്കുന്നു. വല്ലാത്തൊരു വാക്കാണത്. ജനങ്ങളെല്ലാം തടിച്ചുകൂടി. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ. ഹാറൂന്റെ സഹോദരി, നിന്റെ വാപ്പയും ഉമ്മയും എങ്ങനെയുള്ള വീട്ടിൽ നിന്നുള്ളതാണ്, എന്നിട്ട് നീ ഇങ്ങനെയായി പോയല്ലോ, പിഴച്ചു പോയല്ലോ എന്ന്. മറിയമുണ്ടല്ലോ ഒന്നും മിണ്ടിയില്ല, കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഈ തൊട്ടിലിൽ കിടക്കാൻ പ്രായമായ ഈ കൈക്കുഞ്ഞി എന്ത് മറുപടി പറയാനാണ്? നിന്നോടാണ് ചോദ്യം, പറയൂ ഉത്തരം. അക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് പണ്ഡിതന്മാരുടെ കേന്ദ്രമാണ്, യഹൂദ റബ്ബിമാരുടെ കേന്ദ്രം. അവിടെ വെച്ചാണ് മതഗ്രന്ഥം പഠിക്കുന്നതും വായിക്കപ്പെടുന്നതും. ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. അവിടെയുള്ള എല്ലാവരും മറിയമിനെതിരായി തീർന്നു. അവർ ചോദിക്കാൻ തുടങ്ങി, നീയാണ് പറയേണ്ടത്, കുട്ടിയോ? ഈ കുട്ടി എന്തു പറയാനാണ്? ഖാല ഇന്നി അബ്ദുല്ലാഹ്,
അവിടെ വെച്ചാണ് ജനങ്ങൾ കാണുന്നത് ഈ അത്ഭുതം. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ. ഞാൻ അല്ലാഹുവിന്റെ ഒരു ദാസനാണ്, അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ്, മകൻ എന്നല്ല പറഞ്ഞത്. ഈ ചരിത്രങ്ങളും ഈ വാക്കുകളും ഈ സംസാരങ്ങളും ഈ വേദവാക്യങ്ങളൊന്നും ഒരൊറ്റ വേദഗ്രന്ഥങ്ങളിലുമില്ല. എന്തേ? ഈ വലിയൊരു സംഭവം ഇത്രയും വലിയ യഹൂദ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ആ കുട്ടി സംസാരിച്ച ചരിത്രം അവർക്കറിയില്ല. മായിക്കപ്പെട്ടു, തമസ്കരിക്കപ്പെട്ടു, അതെല്ലാം നീറ്റി. എന്നിട്ടാണ് പുതിയൊരു വിശ്വാസം ലോകത്ത്. അതുവരെ ആദം അലൈഹിസ്സലാം അവർ വിശ്വസിക്കുന്നു, നൂഹ് അലൈഹിസ്സലാം നമ്മളും അവരും വിശ്വസിക്കുന്നു, മൂസ അലൈഹിസ്സലാം നമ്മളും അവരും വിശ്വസിക്കുന്നു. എല്ലാവരും ആദരിക്കുന്ന പ്രവാചകന്മാരാണ് അവർ. എബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ, അവർക്കാർക്കും ദൈവപുത്ര സങ്കല്പം, അങ്ങനെ ഒരു വിശ്വാസം. അവരെല്ലാം പറഞ്ഞത് ഏകനായ ദൈവത്തെ ആരാധിക്കുക. ഈസയുടെ ഈ ഒരു ജനനത്തിന് ശേഷമാണ് ലോകത്ത് ഇങ്ങനെ ഒരു ആദർശം തന്നെ പറയപ്പെടുന്നത്. അപ്പോൾ അത് ആ കാലഘട്ടം വരെയുള്ള പ്രവാചകന്മാരുടെ പ്രബോധനമെല്ലാം പിഴച്ചുപോയോ? അവർ ആരാധിച്ച ആരാധ്യം, ഈ വിശ്വാസം, മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ ഈസയിലൂടെ മാത്രമാണോ ഇത് സംഭവിച്ചത്? ഒരു പ്രവാചകൻ മാത്രമാണോ ഇങ്ങനെ ഒരു ആദർശം കൊണ്ടുവന്നത്? ഇതിനു മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം എന്തേ പിഴച്ചുപോയോ? ആ കുട്ടി പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ, ഞാൻ പ്രവാചകനാണ്, എനിക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി അവർ. ഈ പ്രവാചകന്റെ പേരിലാണ് സക്കരിയ നബി അലൈഹിസ്സലാം കൊല ചെയ്യപ്പെടുന്നത്. ഈ പ്രവാചകന് വേണ്ടി നിന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ മകൻ യഹ്യാ നബി അലൈഹിസ്സലാം യഹൂദ ഭരണകൂടം കൊന്നുകളഞ്ഞത്. അവസാനം ഈ പ്രവാചകനെയും കൊല്ലുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു, നടന്നില്ല. ഈ ചരിത്രത്തിന്റെ അവസാനം സംക്ഷിപ്തം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ മാ കാന ലില്ലാഹി അൻ യത്തഖദ മിൻ വലദ് സുബ്ഹാനഹു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ. അവർ തർക്കിക്കുന്ന, അവർ ഭിന്നിച്ചു നിൽക്കുന്ന ഈ വിഷയത്തിൽ ഈസയെ സംബന്ധിച്ചുള്ള സത്യം ഇതാണ്. ഖൗലുൽ ഹഖ്, ഇതാണ് സത്യമായ വചനം, ഇതാണ് അല്ലാഹു അവതരിപ്പിച്ച സത്യം. അല്ലാഹു ഒരിക്കലും ഒരു മകനെ സ്വീകരിക്കുകയില്ല. മാ കാന ഇല്ലാ യത്തഖിദ മിൻ വലദ് സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു മകനെ സ്വീകരിക്കേണ്ട ഒരു പിഴച്ച വിശ്വാസം അങ്ങനെയൊന്നില്ല. അതാണ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള, മസീഹിനെ കുറിച്ചുള്ള വിശ്വാസം. ഇതാണ് യഥാർത്ഥമായ വിശ്വാസം. അള്ളാഹുവിൻ്റെ അടിമയാണ്, വേദം നൽകപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ആ പ്രവാചകന്റെ മാതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പ്രാർത്ഥിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ജൂതർ ആക്ഷേപിക്കുന്നത് പോലെയോ ക്രൈസ്തവർ ആരോപിക്കുന്നത് പോലെയോ ആരോപണങ്ങൾക്കൊന്നും വിധേയമാകാതെ വളരെ സ്നേഹാദരവോടുകൂടി മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈസാ നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം റളിയല്ലാഹു അൻഹയും. അവരെ സംബന്ധിച്ച് മോശപ്പെട്ട വിശ്വാസങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക, ആക്ഷേപിക്കാതിരിക്കുക. അവർ സ്വർഗീയസ്ഥരാണ്. അല്ലാഹു അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ അതിലെ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ.
വയൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ, പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചത് താക്കീത് നൽകുവാനാണ്. ഇങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്ക് സത്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബ. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് പുറത്തു വന്ന ഏറ്റവും വലിയ കളവ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു വിശ്വാസത്തെ, പിഴച്ച വിശ്വാസത്തെ വർണ്ണിച്ചത്. അദ്ദേഹം ജാരസന്തതിയാണെന്ന വിശ്വാസം അത് പിഴവാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ മകനാണ് എന്നത് അതും പിഴവാണ്. കബുറത്ത് കലിമ, ലോകത്ത് പറയപ്പെട്ട ഏറ്റവും വലിയ കളവ് അത് അള്ളാഹുവിൻ്റെ പേരിൽ പറയപ്പെട്ട ഈ കളവാണ്. സൂറത്ത് മറിയമിൻ്റെ അവസാന ഭാഗത്ത് ഈ കഥയുടെ സംക്ഷിപ്തം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശഭൂമികൾ വിറങ്ങലിച്ചു പോയി എന്നാണ്. ഈ ഒരു തത്വത്തിലേക്ക് അവരുടെ സഭകൾ എത്തിച്ചേർന്നപ്പോൾ, അള്ളാഹുവിനൊരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തഖാദു സമാവാതു യതഫജ്ജർന, ആകാശം ഭൂമികളും വിറങ്ങലിച്ചു പോയി, കിടിലം കൊണ്ടു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ആദർശം ഉൾക്കൊള്ളുക, സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു അവൻ്റെ അസ്തിത്വത്തെ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ സരളമായ ഒരായത്ത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അവൻ ഏകനാണ്. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവരും ആശ്രയിക്കുന്ന, അവന് തുല്യരായി ആരുമില്ലാത്ത, അവന് പകരം ആരുമില്ലാത്ത, ലം യലിദ് വലം യൂലദ്, ജന്മം നൽകിയിട്ടില്ലാത്ത, ജനിച്ചിട്ടില്ലാത്ത ഏകനായ ഒരുത്തൻ, ഏകനായ ഒരു അസ്തിത്വം, അതാണ് അല്ലാഹ്. ആ അല്ലാഹുവിന് മാത്രം നിങ്ങൾ കീഴൊതുങ്ങുക. അവൻ നിയോഗിച്ച പ്രവാചകന്മാർ, അവരെ പിൻപറ്റുക. ലോകത്ത് ഒരു പ്രവാചകന്മാരും പഠിപ്പിക്കാത്ത ഒരാശയമായിരുന്നു ഈ പിഴച്ചവാദം. ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ അവതരണങ്ങൾ ഉണ്ടായത്. ആ ജനതയിൽ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ഈ ജസീറത്തുൽ അറബ്, അതിൻ്റെ ഹിജാസ്, ജിദ്ദ മുതൽ മക്കയും തായിഫും ഇതിൻ്റെ കുറച്ചപ്പുറത്തെ ഭാഗങ്ങളും മാത്രമാണ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നത്. അറബുകൾ, അറബ് വംശജർ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് തുടരുന്നവർ. എന്നാൽ ഇവിടം തൊട്ട് അങ്ങോട്ട് നജ്ദ് മുതൽ യമൻ മുതൽ സിറിയ, അതെല്ലാം ക്രൈസ്തവ സഭകളുടെ കീഴിലായിരുന്നു. ഇസ്ലാം ഈ ഒരു സന്ദേശവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആ ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇസ്ലാം ലോകത്തൊന്നാകെ വ്യാപിച്ചു. പിന്നീട് നടന്ന കുരിശ് യുദ്ധങ്ങളാണ് ഇസ്ലാമിനെ മാറ്റി വീണ്ടും ക്രൈസ്തവതയിലേക്ക് കടന്നു വന്നത്. അവരുടെ ഗ്രന്ഥങ്ങൾ നശിപ്പിച്ച ചരിത്രമാണ് അവരുടേത്. ഇൽമുകൾ മാറ്റിമറിക്കപ്പെട്ടതാണ് അവരുടെ ചരിത്രം. എന്തെന്നാൽ സത്യങ്ങൾ അവരെന്നും മറച്ചു വെച്ചു. അറേബ്യൻ പേരുകൾ പോലും നമ്മുടെ നാട്ടിലെ ബൈബിളുകളിലും മാറ്റിമറിക്കപ്പെട്ടു. അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അവർക്ക് പോലും അറിയില്ല. എന്നാൽ അറബിലേക്കും അതുപോലെ തന്നെ ഇസ്ലാമികമായ ഹിബ്രു, അതും ഇസ്ലാമിൻ്റെ പാരമ്പര്യമുള്ള ഭാഷകളാണ്. അവിടെയൊക്കെ കടന്നു വന്നാൽ മസീഹ് എന്നും ജീസ് എന്നും എല്ലാം കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, കൃത്യമായി മതം മനസ്സിലാക്കുക, പഠിക്കുക, ആത്മാർത്ഥമായി ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവരെല്ലാം ഇസ്ലാമിൻ്റെ പ്രബോധകരായി തീർന്നത്. അതിൽ വംശവറി കൊണ്ടിട്ടാണ് പലരും പല നിലക്കും ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വിവരദോഷികളായ ചില യുവാക്കളും അവരുടെ വലയങ്ങളിൽ പെട്ടുപോകുന്നു, തരിപ്പിൽ കയറ്റി നൽകുന്നു. സഹോദരന്മാരെ, നമ്മുടെ ആദർശം വ്യക്തമാണ്. ഇൽമു കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് സംവദിക്കുന്നത്. നമ്മുടെ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രങ്ങളെയും ആയത്തുകളെയും നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ മതഗ്രന്ഥങ്ങളിൽ പോലും പരാമർശിക്കപ്പെട്ട, എത്ര മറച്ചു വെച്ചാലും ഒളിച്ചു വെച്ചാലും പുറത്തു ചാടുന്ന സത്യങ്ങളാണ് അള്ളാഹു അവരിലും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആവേശം കൊള്ളേണ്ട കാര്യമില്ല, ആക്ഷേപിക്കേണ്ട കാര്യമില്ല, വാളെടുത്തോ തോക്കെടുത്തോ ആരെയും കൊല്ലേണ്ട കാര്യമില്ല. ഇസ്ലാം പറയുന്നത് സത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ മറച്ചു വെക്കാനാണ് അവർ പലതും പടച്ചുവിടുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അറിവ് നേടുക, അറിവുണ്ടാക്കിയെടുക്കുക, ചരിത്രങ്ങൾ പഠിക്കുക. അത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിനും അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകളും കുറവുകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകണേ യാ അള്ളാഹ്. അള്ളാഹു നിന്റെ മതത്തെ പഠിക്കുവാനും അറിയുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ യാ അള്ളാഹ്. ഈ ഒരു സത്യത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും പ്രവാചകന്മാരുടെ പാതയിൽ കലിമത്ത് തൗഹീദിൽ നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണേ യാ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും നീ പുറത്തു നൽകണേ യാ അള്ളാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ നന്നാക്കി തീർക്കണേ യാ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ومنهم الأحياء والأموات
لا إله إلا أنت سبحانك إنا كنا من الظالمين رب ارحمهما كما ربيانا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.